ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റെഡിമെയ്ഡ് ടോപ്പിൽ എങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്യാമെന്ന്. അതായത് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ സ്ലീവ് അതിനകത്തുണ്ടായിരുന്നു, അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവ് നമുക്ക് പിന്നെ ആം ഹോൾഡർ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം, ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആക്കിയതിന് ശേഷം ഉണ്ടല്ലേ, ഇവിടെ തൊട്ടാണ് നമ്മൾ സെൻറ്റർ ആക്കേണ്ടത്. സ്ലീവിൻ്റെയും സെൻറ്റർ ഭാഗം എടുക്കണം. സ്ലീവിൻ്റെയും സെൻറ്റർ ഭാഗം എടുത്ത് ഉണ്ടല്ലേ, സെൻറ്റർ ഭാഗം എടുത്തതിന് ശേഷം അവിടെ ചെറിയൊരു നോട്ടിട്ട് കൊടുക്കണം. നോച്ച് കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ അടിഭാഗം നമുക്ക് മടക്കി തയ്ക്കാം. റൗണ്ട് ഭാഗം ലെന്ത് നമ്മൾ എടുക്കുന്നതിൻ്റെ അടിഭാഗം സ്ലീവ് റൗണ്ട് മടക്കി തയ്ക്കാം. ഓക്കെ, മടക്കുമ്പോൾ ആദ്യം 1/2 ഇഞ്ചിന് മടക്കുക. നമ്മൾ 1 ഇഞ്ചാണ് മടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുക. അപ്പോൾ അവിടെ ഒരു ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ആ മടക്കിൻ്റെ എൻഡും കൂടെ അടിക്കുക. അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നോക്കണം. എല്ലാം അവർ കട്ട് ചെയ്താണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അടിച്ചതിൻ്റെ സ്ലീവിൻ്റെ ചീത്ത വശം ഇങ്ങനെ ഇടണം, മെഷീനകത്തോട്ട് ചേർത്തിടണം. നല്ല വശം പുറത്ത് കാണണം. അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡറിൻ്റെ ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം മുതൽ ഇവിടെ വെക്കണം. ഈ നോച്ച് കൊടുത്തേക്കുന്നതിൻ്റെ ഭാഗത്ത് ഇത് വെച്ചതിന് ശേഷം ഇവിടെ ഒരു പിന്ന് കുത്തിയാൽ മതി. നമ്മൾ തുണിയിൽ കുത്തുന്ന ആ പിന്ന് കൊണ്ട് കുത്തി വെച്ചാൽ അത് സെറ്റായിട്ടിരുന്നോളും. എന്നിട്ട് സ്ലീവിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്, ആ ഇവിടുന്ന് ഇനി വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് ഞാൻ നോട്ടിട്ടേക്കുന്നില്ലേ, അവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ, നല്ല വശത്തോടെ. ഇങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗം മുതൽ ഇതുണ്ട്, നമ്മുടെ കൈവണ്ണം അടിവണ്ണം ആ റൗണ്ട് എത്രയാണെന്ന് വെച്ചിട്ട് 5 10 10 അതിൻ്റെ പകുതി 5 എത്രയാണെന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്ത്
ബോഡി പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൻ്റെ ലെന്ത് അടിയിൽ നിന്ന് നമുക്ക് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം.